ഹുർമത്ത് ഇന്ന് പലതിലും ഇല്ലാതെയായി, ചിലതൊക്കെയും ഒരു കാട്ടിക്കൂട്ടൽ തന്നെയായി. കിതാബുണ്ടെങ്കിൽ തന്നെയും മൊബൈലില പല കാര്യവും ചെയ്യുന്നതായി കാണല. ഒരു പള്ളിയിൽ നേരിട്ടു കണ്ടു ഖുതുബയും, ഓതൊന്നു നോക്കി മൊബൈലിലാണ് ഒക്കെയും. അതുപോലെ പലതും ഉണ്ട് പറയാൻ പൊന്നെ, ഓരോന്നിനും ബഹുമാനമുള്ളത് തന്നെ. തഹ്ലീല് മൗലിദ് സദസ്സിലൊക്കെ പലരെയും കാണുന്നതാണ്, മൊബൈലിലാണ് ശ്രദ്ധയും. ദുആയും നടക്കുന്നുണ്ട് നല്ല ഭക്തിയിൽ, ചിലരപ്പോഴും തോണ്ടുന്നതാണ് മൊബൈലിൽ. ബാങ്കിൻ്റെ സമയമിലുണ്ട് ഈ ഒരു കാഴ്ചയും, അതബിനെതിരും തന്നെയാണ് ഈ രീതിയും. എഴുതിയതിൽ വിഷമങ്ങളാർക്കും വേണ്ട, നിർദ്ദേശമോ നൽകാൻ അതും മടിക്കണ്ട. തിന്നുന്നു വിളയും വേലി തന്നെ എന്നതാ, മാറ്റങ്ങളും ഇതിനൊക്കെയും വേണ്ടുന്നതാ. ചിലരുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനടി എടുക്കും മൊബൈലും തോണ്ടലാണ് പടിപടി. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകൾ ചൊല്ലാതെ തന്നെയുമാണ് ഈ പരിപാടികൾ. കബൂല് ചെയ്തിട്ടുണ്ട് ഈ നിസ്കാരവും എന്നുള്ളതിൻ്റെ മെസ്സേജുമാണോ നോട്ടവും. OTP വന്നിട്ടുണ്ട് എന്നൊരു നിലയില തിരയുന്നതും കണ്ടാൽ ആർക്കും തോന്നല. അതബല്ല പൊന്നു സഹോദര, ഈ രീതികൾ ഒഴിക്കേണ്ടതും തന്നാണ് ഈ ഒരു ചെയ്തികൾ. സുഹൃത്തുക്കളെ, ഇന്നത്തെ അവസ്ഥ എന്താ? എഴുതേണ്ടതെന്താണെന്നുമാണ് ചിന്ത. ഭൗതിക കാര്യമിലൊക്കെയും മുന്നാക്കമാ, മതത്തിൻ്റെ കാര്യം നോക്കിയാൽ പിന്നാക്കമാ. റീചാർജ് ചെയ്യാൻ മടി ഒരൽപ്പം ഇല്ല, പണത്തിൻ്റെ മാന്ദ്യം അപ്പോഴൊന്നും ഇല്ല. സ്കൂളിൽ ഡൊണേഷൻ നൽകുവാൻ മടിയില്ല, ട്യൂഷൻ്റെ ഫീസ് കൊടുക്കലും കുറവല്ല. വേണ്ടുന്നതാണിവയൊക്കെയും അത് നല്ലതാ, മതപഠനമില്ലതിലപ്പുറം ചെയ്യേണ്ടതാ. നമുക്കുള്ള കുട്ടികളൊക്കെയും ഉയർന്നിടണം, മതവിദ്യയും ഭൗതിക വിദ്യയും നൽകണം. ജുമുഅക്ക് പള്ളിയിൽ അധിക പേരും വൈകിയ എത്തുന്നതും സുഹൃത്തുക്കളെ നേർക്കാഴ്ചയാ. തിരിച്ചുള്ള പോക്കോ എത്ര എത്ര കടുപ്പമാ, രണ്ടാം സലാം വീട്ടിൽ കഴിഞ്ഞാലോട്ടമാ. തിരക്കുള്ളവർ അതിൽ നിന്ന് ചുരുക്കം തന്നെയാ, മറ്റുള്ളവർ പോകുന്നു എന്തൊരവസ്ഥയാ. എയർപോർട്ട് പള്ളിയുമാണിതെന്ന് തോന്നും, ചോദിക്കുവാൻ അവർക്കില്ല റബ്ബോടൊന്നും. ചിലരുണ്ട് മുമ്പ് പറഞ്ഞ നിലയിൽ തന്നെ, തോണ്ടുന്നതാണൊരു ജുമയ സമയം പൊന്നെ. ഖുത്ബന്റെ ടൈമിലുമാണിതെല്ലാം ചെയ്യലും, ജുമാന്റെ പൂർണ്ണത കിട്ടലില്ല അവരിലും. തിരുമുസ്തഫ നബിക്കും സഹാബത്താലിനും സലാത്തും സലാമും ചൊരി റബ്ബേ എന്നും.